അതുകൊണ്ട് എന്തായി? ഏട്ടന്റെ കുടുംബം തകർന്നു. ഇനി നിനക്കും ആ വിധി വരരുത്. അതെ, ഞാനും അത്രേ ഓർത്തുള്ളൂ. തകർന്നു പോയ എന്റെ ജീവിതം വീണ്ടും കൂട്ടിക്കെട്ടിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അതിനിയും പൊട്ടിച്ചെറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ മനസ്സിറങ്ങി എനിക്ക് സങ്കടമുണ്ട്. എന്തായാലും ഇനി ഒരു കാലത്ത് അത് ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അത് മതി ശ്യാം. ശ്യാം കൂടെ ഇല്ലാതിരുന്നപ്പോ ഇവൾ അനുഭവിച്ച സങ്കടവും വേദനയും ഒക്കെ ഞാൻ കണ്ടതാ. പക്ഷെ ഒരു കാര്യം ഉണ്ടായി. അതിൽ നിന്ന് ഇവൾ ഒരുപാട് പഠിച്ചു. ഇപ്പൊ നന്മയും തിന്മയും ശരിയും തെറ്റൊക്കെ തിരിച്ചറിയാൻ ഇവളെ കൊണ്ടും പറ്റുന്നുണ്ട്. എനിക്കറിയാം സത്യം. ഞാൻ ആഗ്രഹിക്കുന്ന, എന്നെ 100% മനസ്സിലാക്കുന്ന ഭാര്യ സോന. അതുകൊണ്ട് തന്നെ ഇവളെ വേദനിപ്പിക്കുന്ന ഒന്നും ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ശ്യാമേട്ടനൊപ്പം എത്ര പരിമിതമായ ജീവിതമാണെങ്കിലും ജീവിക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഏട്ടാ.